എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി സമയം ഒരുപാട് ചിലവാക്കാറുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് എങ്ങനെ വെട്ടിച്ചുരുക്കാം, എങ്ങനെ സമയം ലാഭിക്കാം എന്നുള്ള കുറച്ച് വഴികളുമായിട്ടാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിന് സമയം ലാഭിക്കാനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്ലീൻ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ഉപയോഗശേഷം ഉടനെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജോലികളെല്ലാം തീർന്നിട്ട് എല്ലാം ഒരുമിച്ച് കഴുകാമെന്നൊക്കെ വെച്ച് പലരും ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് സമയനഷ്ടം വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാത്രങ്ങൾ ഉടനെ തന്നെ കഴുകി വെക്കുന്നത് വഴി നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. പാത്രങ്ങൾ മാത്രമല്ല, എന്ത് വസ്തുവാണെങ്കിലും ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നത് വഴി നമുക്ക് സമയം ലാഭിക്കാം. ഇനി അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് 5 minutes ഫോർ ടൈഡിയിങ് അപ്പ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പല സ്ഥലങ്ങളിലും പ്രധാനമായിട്ട് ടേബിളുകളിലൊക്കെ ചിലപ്പോൾ വലിയ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയൊക്കെ ഇട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കാനായിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മളായിരിക്കണമെന്നില്ല, വീട്ടിലെ മറ്റുള്ളവരായിരിക്കും എന്തെങ്കിലും എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ മറന്ന് വയ്ക്കുക, തിരിച്ചു വയ്ക്കാൻ മറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ യഥാസ്ഥാനങ്ങളിൽ തിരിച്ചു വെക്കാനായിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ക്ലീനിങ്ങിന് ഒരുപാട് സമയം ലാഭിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് നോക്കാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രീ ട്രീറ്റ് സ്റ്റെയിൻസ്. അതായത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളിലൊക്കെ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉരച്ചൊരച്ച് കഴുകി കളയാനായിട്ട് നമ്മൾ ഒരുപാട് സമയം കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ ഉടനെ കഴുകാൻ പറ്റുമെങ്കിൽ ഉടനെ കഴുകുക. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ അത് ഇരുന്ന് ഉണങ്ങി പിടിച്ച് അങ്ങനെ വരാനായിട്ട് അവസരം ഉണ്ടാക്കാതെ കുറച്ച് വെള്ളവും ഡിഷ് സോപ്പും ചേർത്ത് അത് കുതിർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. അല്ല നമ്മളത് അവിടെ വെച്ചിട്ട് പോയി അത് ഉണങ്ങി പിടിച്ച ശേഷമാണ് നമ്മൾ കഴുകുന്നതെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് സാധനമാണോ നമ്മൾ വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് പ്രീ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ, കറ പിടിച്ച കാര്യങ്ങളാണ്, അങ്ങനെ കഴുകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ടിപ്പ് നോക്കാം. നാലാമത്തെ ടിപ്പ്, പെർഫെക്ഷനിസത്തിൻ്റെ പുറകെ പോകുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ക്ലീനിങ്ങിന് വേണ്ടി കളയേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥാനത്ത് പെർഫെക്റ്റായിട്ട് ഏത് സമയം ഇരിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സമയം നഷ്ടം ഉണ്ടാവുള്ളൂ. നമ്മളത് എപ്പോഴും അറേഞ്ച് ചെയ്യാനായിട്ട് നടക്കും. കാരണം നമ്മളൊരാൾ മാത്രമല്ലല്ലോ വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സും നമ്മുടെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്ഥാനങ്ങളൊക്കെ തെറ്റിയിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് ഏത് സമയവും കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക, തിരിച്ച് മാറ്റുക, മറിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് സമയനഷ്ടം വരും. അപ്പോൾ പെർഫെക്ഷനിസം ജീവിതത്തിൽ നല്ലതാണ്, പക്ഷേ അത് അമിതമായാൽ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര പെർഫെക്ഷനിസം ഒന്നും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഒരുപാട് പെർഫെക്ഷനിസം അല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ഇരിക്കണം എന്നൊക്കെയുള്ള ചിന്ത വരികയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പോൾ എല്ലാം ഒന്ന് ഓർഡർ ആക്കി വയ്ക്കുക. എന്നിട്ടും അത് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടെത്തി അതിന് വേണ്ടി വയ്ക്കുക. അല്ലാതെ ഏത് സമയവും ക്ലീൻ ചെയ്യുക, ഏത് സമയവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ക്ലീനിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടി സമയം ലാഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും പെർഫെക്ഷനിസത്തിൻ്റെ പുറകെ പോവരുത്. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് നോക്കാം. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്ലീൻ സ്പിൽസ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റൗവിലൊക്കെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ താഴെ വീഴാറുണ്ട്, കറികളുടെ അംശങ്ങൾ, ചാറുകളൊക്കെ വീഴാറുണ്ട്. അതും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് കളയുക. അപ്പം സ്റ്റവ് ചൂടാറിയ ശേഷം ക്ലീൻ ചെയ്യണം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറയുന്നു, നമ്മൾ ഓരോ പാചകത്തിനും ശേഷം സ്റ്റവ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അങ്ങനെ സ്റ്റവ് ക്ലീൻ ചെയ്താൽ കൈ പൊള്ളും, അതുപോലെ സ്റ്റവിന് ദോഷം വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്റ്റവ് ചൂടാറിയ ശേഷമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റവ് ചൂടാറിയ ശേഷം നമ്മുടെ കൈക്കോ നമ്മുടെ ശരീരഭാഗങ്ങൾക്കോ ഒന്നും പൊള്ളലൊന്നും ഏൽക്കാത്ത രീതിയിൽ അത് ക്ലീൻ ചെയ്യാം. അതുപോലെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലും ഉടനെ തന്നെ ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ആറാമത്തെ ടിപ്പ് നോക്കാം. ചേഞ്ച് യുവർ ഡോർ മാറ്റ് ഡെയിലി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ചവിട്ടി എല്ലാ ദിവസവും
ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചവിട്ടി എല്ലാ ദിവസവും മാറ്റുന്നത് വഴി സമയം എങ്ങനെ ക്ലീനിങ്ങിൽ ലാഭിക്കാമെന്ന്. പക്ഷേ ഇതിൽ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. നമ്മുടെ ചവിട്ടിയിൽ എപ്പോഴും വെള്ളം ആവാറുണ്ട്. അപ്പോൾ ഈ വെള്ളം ചവിട്ടിയുടെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ആ ഭാഗം ആകെ വൃത്തികേടാവാറുണ്ട്. അതുപോലെ ഇത് അഴുക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം വളരെ കുറച്ച് മാത്രം ചിലവാവുകയുള്ളൂ. നമ്മുടെ 7ാമത്തെ ടിപ്പ് നോക്കാം. ക്ലീൻ യുവർ വെജീസ് ആൻഡ് സ്റ്റോർ. അതായത് നമ്മൾ പച്ചക്കറികളൊക്കെ മേടിക്കുമ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് കഴുകി വൃത്തിയാക്കുന്നതിനുള്ള സമയം ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ധൃതി പിടിച്ചായിരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് ഒന്ന് വാഷൊക്കെ ചെയ്ത് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് നമ്മുടെ ലാസ്റ്റത്തേതും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് ഡിവൈഡ് ആൻഡ് ക്ലീൻ. നമ്മുടെ വീട്ടിലെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ മുറികളും ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാതെ പാട്ടായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം ക്ലീൻ ചെയ്യുന്നത് വഴി വൃത്തിയായിട്ടിരിക്കാനും അതുപോലെ തന്നെ ക്ലീനിങ്ങിനുള്ള സമയം ലാഭിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.